േദിക്കുന്നവൻ നാളെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കൂല എന്നാണ്. പിന്നെയോ വലാഖാഹിൻ, ജോത്സ്യപ്പണി എടുക്കുന്നവർ, ജോത്സ്യപ്പണിയിൽ വിശ്വസിക്കുന്നവർ, വലാമന്നാൻ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാ. ആരെങ്കിലും ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളോളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യമാരാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവമുള്ളത്. ഭർത്താവിനോട് പറയും, ഞാനല്ലേ നിങ്ങൾക്ക് അലക്കി തരുന്നത്, ഞാനല്ലേ നിങ്ങൾക്ക് അയൺ ചെയ്ത് തരുന്നത്, ഞാനല്ലേ നിങ്ങളുടെ വീടടിച്ചു വാരുന്നത്, ഞാനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പെണ്ണിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത പുതിയാപ്പളമാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയ. സുബ്ഹാനല്ലാഹ്, ഒരു കുഞ്ഞു മോനില്ല. അല്ല, ഒന്നാം തരം പെണ്ണുങ്ങൾ എന്നിട്ട് നിങ്ങള് മാഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഒരാളില്ല കേട്ടോ, ഏതെങ്കിലും ഒരാളിനെ പേരെടുത്തിട്ട് നിങ്ങളെ മറ്റേ ഷോക്കേസിലൊക്കെ അതിനാ, പെണ്ണുങ്ങളെ കൊണ്ടിട്ട് ഷോക്കേസിലൊക്കെ അതിന് നമുക്ക്. അപ്പൊ ഏതായാലും ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത ഒരാളില്ല. അപ്പൊ ഞാൻ പറയുന്നത്, സഹോദരിമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ചെയ്ത ഗുണങ്ങൾ എടുത്ത് പറയാ. അത് വെരി ചീപ്പാണ്, വളരെ മോശമാണത് ആ സ്വഭാവം. നിങ്ങൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയലോടുകൂടി നിങ്ങളുടെ ആ പുണ്യം നഷ്ടപ്പെട്ടു പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മോതിരൊക്കെ കൊടുക്കുന്ന വിഷയം. 2 ഗ്രാം ആണെങ്കിൽ 2 ഗ്രാം, അരപ്പവനാണെങ്കിൽ അരപ്പവന്. എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് അയാൾ തന്നിട്ടില്ല എന്നൊക്കെ പറയൂലേ. അതൊക്കെയാണ് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാന്ന് പറഞ്ഞാൽ. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവർ വൃത്തികെട്ട സ്വഭാവമാണത്. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതെടുത്തു പറയാനേ പാടില്ല, അത് മറന്നേക്കണം. എന്നാൽ നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് മറക്കാൻ പാടില്ല. നിങ്ങളെ സഹായിച്ചാൽ മറക്കരുത്. എന്നെ ഒരാൾ സഹായിച്ചൊരു 10,000 രൂപ തന്നിട്ട് ഞാൻ ഖിയാമത്ത് നാളോളം അത് മറക്കാൻ പാടില്ല. ആ ഒരു കൃതജ്ഞത എനിക്കുണ്ടാവണം. എന്നാൽ നമ്മൾ ഒരാൾക്കൊരു 10,000 കൊടുത്താൽ അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. അയാളെ കാണുമ്പോൾ ഇങ്ങനെ നെഞ്ചു വിരിക്കാൻ പാടില്ല. അയാളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സമയങ്ങളിൽ അത്തരം വിഷയങ്ങൾ അവരോട് പറയാനും പാടില്ല. ചെയ്ത ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണോ ഏതെങ്കിലും ഒരു ആണോ എടുത്തു പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു ഭർത്താവോ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞാൽ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുക പോലുമില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലിയ ത്യാഗമാണ്. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. ഞാനതൊരിക്കലും മറക്കൂല. നമ്മുടെ ഹീറോയിൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാരാണ് എന്ന് നമ്മൾ പറയണം. നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യമാരൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ. എന്തേ? നമ്മൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നവരാണവർ. ഭാര്യയില്ലാതെ കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലേ? ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. വൈഫില്ലെങ്കിലും പ്രശ്നമില്ല, വൈഫൈ ഉണ്ടെങ്കിലും മതി എന്നാ പറയാം. അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. അവർ നമ്മൾക്ക് വേണ്ടി ചായ വേണമെന്ന് പറയുമ്പോൾ ചായ വെച്ചു തരുന്നുണ്ട്, വസ്ത്രം അലക്കി തരുന്നുണ്ട്, അയൺ ചെയ്ത് തരുന്നുണ്ട്. അവരില്ലെങ്കിലാന്നറിയാം ഈ അയൺ ചെയ്യാനുള്ള ക്ഷീണമൊക്കെ, അല്ലെ? ഭാര്യയുടെ വീട്ടിൽ പോയി പെട്ടെന്നൊരു സൽക്കാരത്തിന് പോകണം, നോക്കുമ്പോൾ കുപ്പായ അയൺ ചെയ്തിട്ടില്ല. അപ്പോഴറിയാം ഇത് എത്ര ബെനുണ്ട്, ഇതൊക്കെ എത്ര മടുപ്പുണ്ട്. ഇവർ ഈ ചായ വെക്കുന്നതിനിടയിൽ ഓടി വന്നിട്ട് അയൺ ചെയ്ത് തരാ. നമ്മളൊരു പണിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുക, അവരിങ്ങനെ അയൺ ചെയ്ത് തരും. നമ്മളിങ്ങനെ കുപ്പായിട്ട് ഇങ്ങനെ ഇൻസൈഡിലാക്കി കപ്പാട്ട് നമ്മുടെ അലമാരയിലും കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി മാഷാ അല്ലാഹ് നല്ല ഗ്ലാമർ ആയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. അവർക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങോട്ട് പോകണം? മക്കൾ നോക്കണം, വീട് നോക്കണം, വീടടിച്ചു വാരണം, വീട് വൃത്തിയാക്കണം, വസ്ത്രമലക്കണം. ഇവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. ഒരിക്കലും ഞാൻ കുറച്ചു കാണുകയല്ല. പക്ഷേ നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ ചെയ്ത നന്മകൾ, നിങ്ങളുടെ ത്യാഗത്തിന്റെ സർവ്വവിധ
പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങൾ എടുത്തു പറയുന്നത് കാരണത്താൽ എല്ലാം അള്ളാഹു ബാത്തിലാക്കി കളയുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരും. നാളെ ആദരണീയരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ സിംസാറുൽ ഹക്ക് ഉസ്താദ്, ആദരണീയരായ കബീർ ബാക്കവി ഉസ്താദ്, അവരൊക്കെ നാളെ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നാളെ വരുമ്പോൾ നല്ല സംഖ്യയുമായി ആ കവറിൽ നിങ്ങൾ വരണം. 15 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ആയതുകൊണ്ട് 100 രൂപ ഇട്ടാൽ നടക്കൂല. മിനിമം ഒരു 2000, 10,000 രൂപയൊക്കെ ആ കവറിലിടുക. 10 ആൾ 10,000 ഇട്ടാൽ 1 ലക്ഷം ആയില്ലേ? 100 ആൾ 10,000 ഇട്ടാൽ 10 ലക്ഷം ആയില്ലേ? എത്ര എളുപ്പം പൈസ ഉണ്ടാക്കാൻ. കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. ആ മനസ്സ് 10,000 കൊടുക്കാനുള്ള മനസ്സ് 100 ആൾക്ക് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത്ര എളുപ്പമല്ലേ? ഇവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളില്ലേ? എല്ലാവരും കൊടുക്കണ്ട, 100 ആൾക്ക് പഠിച്ചോ 10,000 കൊടുക്കാനുള്ള മനസ്സ് കൊടുത്താൽ മതി. ഇത്ര എളുപ്പം. നിങ്ങൾ ആലോചിക്കുക, ഇത്ര എളുപ്പമാണ് ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. ഇവിടെ എത്രയോ 100 ഇവിടെ 500 ആളുണ്ടാവും. 10,000 കൊടുക്കാൻ കഴിയുന്ന 500 ആൾ ഇവിടെ ഉണ്ടാവും. ഇല്ല, ഇവിടെ ഇല്ലേ? 500 കൂടുതലുണ്ടാവും അല്ലേ? 10,000 കൊടുക്കാൻ വേണ്ടി എത്ര ആളുണ്ടാവും? 1000 ആളെല്ലാം ഉണ്ടാവില്ല ഇവിടെ? ഉണ്ടാവില്ലേ? ഉണ്ട്. 10,000 കൊടുക്കാൻ പറ്റുന്ന 1000 ആൾ ഇവിടെ ഉണ്ടാവും. പെണ്ണുങ്ങളിലുണ്ടാവും, ആണുങ്ങളിലുണ്ടാവും. ആ 1000-ൽ നിന്ന് 100 ആൾക്ക് പഠിച്ച മനസ്സ് കൊടുത്താൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ഇത്ര എളുപ്പമാണ്. ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ വലിയ കാര്യമായിട്ട് കാണാൻ 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ട് കാണാൻ വളരെ എളുപ്പമാണ് ഈ വിഷയം. പക്ഷെ ആ മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ കവറിലിടാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ വളരെ രഹസ്യമായ സ്വതക്കയായി ഒരു 10,000 രൂപ നിങ്ങളുടെ കവറിലിടാൻ കഴിയുമോ? അങ്ങനെയുള്ള കവറുകൾ കുറേ വരട്ടെ. അർശിൻ്റെ തണൽ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് നാളെ അർശിൻ്റെ തണൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? 10,000 രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ, 5,000 രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ ആ മഹത്തായ കവറിൽ നിങ്ങളുടെ ഭാര്യ അറിയാതെ, നിങ്ങളുടെ ചങ്ങാതിമാരറിയാതെ, സംഘാടകർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് തുറന്നിട്ടൊന്നും കാണിക്കാതെ വളരെ രഹസ്യമായി ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുക. 10,000-ൻ്റെ കവറുകൾ ബക്കറ്റിലേക്ക് വീണാൽ ആ നിങ്ങൾ കൊടുത്ത 10,000 അറിഞ്ഞത് നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രമാണ്. നിങ്ങളുടെ ആരറിഞ്ഞിട്ടില്ല, കമ്മിറ്റിക്കാരറിഞ്ഞിട്ടില്ല, വീട്ടുകാരറിഞ്ഞിട്ടില്ല, ചങ്ങാതിമാരറിഞ്ഞിട്ടില്ല, ആരറിഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്ത 10,000 നിങ്ങളും നിങ്ങളുടെ റബ്ബും നിയത്ത് ചെയ്ത മാറാ രോഗങ്ങൾ എനിക്ക് തരല്ലേ. നിങ്ങൾക്ക് പടച്ചോ മാറാ രോഗം തരൂല. മക്കളില്ലേ? അള്ളാഹു എനിക്ക് മക്കളെ താ എന്ന് പറഞ്ഞിട്ട് 10,000 ഇട്. 10,000 മിനിമമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഇത്ര ഇടാം, കുറച്ച് കഴിയുന്നവർ കുറച്ചുകൂടാ. അപ്പോൾ അള്ളാഹു എനിക്ക് മക്കളില്ല, ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് നീ മക്കളെ തരണം. ഇതാരും കാണാത്ത രഹസ്യമായ സ്വതക്കയാണ്. ഈ കവറിതാ ഞാൻ ആരും കാണാത്തൊരു 10,000 ഇടാൻ. ഇത് നീ സ്വീകരിച്ച് എനിക്ക് മക്കളെ തരണം. പഠിച്ചോ മക്കളെ തരും. രോഗമുണ്ടോ? അള്ളാഹുവെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ഒരു സുഖവും എനിക്ക് കിട്ടുന്നില്ല. ഇതാ നിനക്ക് വേണ്ടി, നിന്റെ മദ്രസയിലേക്ക് വേണ്ടി ഞാൻ ഒരു 10,000 രൂപ തരാൻ. ഇതുകൊണ്ട് എനിക്ക് നീ ശിഫ തരണം. അള്ളാഹു ശിഫ തരും, അള്ളാഹു ശിഫ തരും. ഇതിനൊക്കെ പുറമെ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്ന സ്വതക്കകൾ നിങ്ങളിൽ ഉണ്ടായാൽ എല്ലാവരും നാളെ കഷ്ടപ്പെടുന്ന സമയം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ, എല്ലാവരും നെട്ടോട്ടമോടുന്ന മഹ്ശറ ലോകത്ത് അല്ലാഹു തആല ചൂടിന്റെ ഒരു അംശം പോലും അനുഭവിക്കാതെ വിശാലമായ തണൽ നിങ്ങൾക്ക് നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 10,000 കൊടുക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. 1000 ആളുകൾ മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ റാഹത്തായി. 100 ആൾ നിർബന്ധമായിട്ട് മനസ്സ് വെക്കണം. കഴിയുന്ന ആളുകൾ, എല്ലാവർക്കും 10,000 കൊടുക്കാൻ കഴിയില്ല. കഴിയുന്ന ആളുകളോടെ ഞാൻ പറയുന്നത്. 5,000 കൊടുക്കുന്ന 1000 ആളുകൾ ഇവിടെ ഉണ്ടാവും. എത്ര കസേര ഇട്ടത് നിങ്ങൾ? കസേര എത്ര ഇട്ടിന്? 2,000 കസേര. 2,000 കസേര ഇട്ട പെണ്ണുങ്ങൾ ആണുങ്ങളിൽ എത്ര? 3,500 അല്ലേ? ഒരു 3,500 കസേര ഉണ്ടെങ്കിൽ എല്ലാവരും ഫുള്ളാണ്. പുറത്തുണ്ട് കുറേ. അപ്പോൾ ഈ 3,500-ൽ നിന്ന് ഒരു 100 ആളുകൾക്ക് 10,000 കൊടുക്കാൻ മനസ്സുണ്ടായാൽ മതി. അതിൻ്റെപോലെ ഒരു 100 ആളുകൾക്ക് 5,000 കൊടുക്കാൻ മനസ്സുണ്ടായാൽ മതി. അതേപോലെ ഒരു 100 ആളുകൾക്ക് 2,000 രൂപ കവറിലിടാൻ മനസ്സുണ്ടായാൽ മതി. കബീർ ബാക്കവി ഉസ്താദിന് ഒരു പണിയൊന്നും ആളുണ്ടാവില്ല. 2 മണിക്കൂർ വാലും പറഞ്ഞ് സലാം പറഞ്ഞിട്ട് പോവാം. ഇല്ലെങ്കിൽ പിന്നെ 2 മണിക്കൂർ തൊണ്ട പൊട്ടിക്കേണ്ടി വരും ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2,000 രൂപ ലാസ്റ്റ് മിനിമം ഒരു 2,000 രൂപയെങ്കിലും
ഇത് വലിയൊരു ബഡ്ജറ്റാണ് എന്നുള്ള ചിന്തയോട് കൂടിയിടുക. പിന്നൊരു വിഷയം ഇവിടെ പറഞ്ഞത്, പെൺകുട്ടികൾ ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്നുണ്ടെന്നാണ്. ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്നുണ്ട് പെൺകുട്ടികൾ. അപ്പൊ അതും ഞാൻ ഇവിടെ മാത്രമൊന്നല്ല, ഞാനത് സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. ഞാൻ പല സ്ഥലത്തിലും ആ വാദം ഞാൻ പറയാറുണ്ട്. പല സ്ഥലത്തും ഞാൻ ആ വിഷയം പറയാറുണ്ട് പെൺകുട്ടികളോട്. ഒരു ചൊല്ലുണ്ട്, അതിവിടെ പറയാൻ പറ്റാത്തൊരു ചൊല്ലാണ്, ഞാൻ പറയുന്നില്ല. ആൺകുട്ടികൾ ഞെരിയാണിക്ക് മുകളിൽ ധരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ധരിക്കാൻ നിൽക്കണ്ട. മുസ്ലിം പെൺകുട്ടികളോടാ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ തെറിച്ച പെൺകുട്ടികളുണ്ടാവും. അവർ യുക്തിവാദികളായിരിക്കും, അവർക്ക് മതം ഉണ്ടാവില്ല, ഒരുപക്ഷെ നിരീശ്വരവാദികളായിരിക്കും, ലിബറലിസം തലക്ക് പിടിച്ച ആളുകളുണ്ടാവും, ഫെമിനിസ്റ്റുകളുണ്ടാവും. ഇവരോടൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളി, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. മുസ്ലിം കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞെരിയാണിക്ക് മീതെ പാൻസ് ധരിക്കരുത്. അവരോട് ഞാൻ പറയും, പക്ഷെ ഇത് കേൾക്കേണ്ടത് ഉപ്പയായ നിങ്ങളും ഉമ്മയായ നിങ്ങളുമാണ്. കാരണം ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് ആരാ? ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പയും ഉമ്മയാണ്. നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊരു ആണ് ധരിക്കുന്നത് പാഷനാണോ? കുഴപ്പമില്ല, നല്ല മോഡലാണ്, അൽഹംദുലില്ലാ. ഞെരിയാണിക്ക് മുകളിൽ ഒരു ആൺകുട്ടി പാൻസ് ധരിക്കുന്നത് മോഡലാണ്, കുഴപ്പമില്ല, നല്ല മോഡലാണ്, അത് അങ്ങനെ നിലനിർത്തിക്കോളി നിങ്ങൾ. എന്നാൽ ഇതേപോലെ ഒരു പെണ്ണും ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ഇടാൻ തുടങ്ങിയാൽ എന്താവും? ആൺകുട്ടികൾ 3x4 ഇട്ടിട്ട് നടക്കുന്നുണ്ട്, നിങ്ങൾ നാളെ 3x4 ഇട്ട് നടക്കുമോ? പൊന്നാര സഹോദരിമാരെ, ഔറത്ത് മറക്കാൻ പറഞ്ഞ ഔറത്ത് മറക്കണം. മുസ്ലിം ആണെങ്കിൽ മറക്കണം, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറക്കണം. തെറ്റ് തന്നെയാണ്, പച്ച ഹറാമാണ്. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളായാലും കല്യാണത്തിന് പോകുന്ന പെൺകുട്ടികളായാലും നിങ്ങൾ കണങ്കാൽ വരെ എവിടെ പാൻറ് ഉണ്ടാവും? പെൺകുട്ടികളൊക്കെ പാൻറ് ഇവിടം വരെ. ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരല്ലേ പിന്നെ ആരാ ഞാൻ പറയേണ്ടത്? ഇതുവരെ പെൺകുട്ടികളുടെ പാൻസ് ഏതാ? ഇതുവരെ ജഗ്ഗീന്, ലെഗീന്, ജീൻസ്, പല പേരും അതിനുള്ളത്. ഇതുവരെ പാൻസ് ധരിച്ച് പെൺകുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങിയത് കൊൽക്കത്തയിലെ, ദുബായ് ആയില്ലേ? കേരളം ദുബായ് പോലെ ആയില്ലേ? കുറച്ചും കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് നടക്കൂലേ? നടക്കൂലേ? ഇങ്ങനെയല്ലേ ഇവരൊക്കെ അവിടെയൊക്കെ ഇതേപോലെ തന്നെയല്ലേ ആദ്യം ഉണ്ടായിട്ടുള്ളത്. പാൻസ് മുകളിലായിരുന്നു, 3x4 ആയി, പിന്നെ മുട്ടിലേക്ക് എത്തി, പിന്നെ തുടക്കെത്തി, അങ്ങനെ ട്രൗസർ ഇട്ട് നടക്കാൻ തുടങ്ങിയവർ. പച്ച ഹറാം എന്ന് പറഞ്ഞാൽ പച്ച ഹറാം തന്നെയാണ്. ഔറത്ത് പെൺകുട്ടികൾ മറക്കണം. അത് ഇസ്ലാമിന്റെ തീരുമാനമാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വിഷയം എന്നല്ല. അതിന് എന്തിപ്പോൾ പറയാൻ, എല്ലാ ഉസ്താദന്മാർക്ക് വേദ പറയാൻ ഭയങ്കര പേടിയാണ്. ടിക്ടോക്കിലാണ് ഇപ്പം നേരെ വേദ പോവാ. ടിക്ടോക്കിൽ ഞാനൊരു വേദ പറഞ്ഞിരുന്നു. വയനാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, അഥവാ ഒളിച്ചോട്ടങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിപ്പോൾ കുറേ ആളുകൾ നല്ല ആസ്വദിക്കുന്നുണ്ട്. ചെറിയൊരു ഭാഗം കട്ടായി എടുത്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട്. ഈ കാമുകന്മാരും പൂവാലന്മാരൊക്കെ പ്രണയിക്കുന്ന പെണ്ണ്. അതിൻ്റെ മുമ്പും ശേഷമൊന്നും അവർ കേട്ടിട്ടില്ല. അതിൻ്റെ മുമ്പും ശേഷമൊക്കെ കേട്ടാലേ കാര്യം എന്തെന്ന് അവർക്ക് തിരിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 5-10 സെക്കൻഡോ എത്രയോ 20 സെക്കൻഡോ ഉള്ളൊരു വീഡിയോ ആരോ കട്ട് ചെയ്തെടുത്ത്. എന്താ ഇപ്പോൾ ഇതിലുള്ളത്? അതിലിങ്ങനെ പെൺകുട്ടികളൊക്കെ വാശി പിടിക്കുന്ന, നിർബന്ധിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, എനിക്ക് അയാളെ തന്നെ വേണം. അപ്പം ചില ഉപ്പമാരെന്ത് ചെയ്യും? കെട്ടിച്ചു കൊടുക്കൂല, ഞാൻ കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞ് വേറെ ആളെ നോക്കും. വേറെ ആളെ നോക്കി കല്യാണമൊക്കെ ഫിക്സായി, പൊന്നൊക്കെ വാങ്ങിച്ച്, നാളെയാണ് കല്യാണം, രാത്രി പെണ്ണ് അവൻ്റെ കൂടെ ഒളിച്ചോടും. സംഭവിക്കാറില്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ വാശി പിടിച്ചിട്ട് എന്ത് ചെയ്യരുത്? ദയവ് ചെയ്ത് നിങ്ങൾ വാശി പിടിച്ചിട്ട് പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്താ കാര്യം? രണ്ടുപേരും ഒന്നിക്കണ്ടേ? കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതല്ലേ കുടുംബം. മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ വിവാഹം കഴിക്കും? എങ്ങനെ രണ്ടുപേര് കടന്നുറങ്ങും? എനിക്കറിയാം അങ്ങനെ എത്രയോ ആളുകൾ, ഡിവൈസായ ആൾ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കൂടെ കടന്ന് തൊട്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ടില്ല. കാരണം ഈ പെണ്ണിനെ ദഹിക്കുന്നില്ല, ആണിനെ ദഹിക്കുന്നില്ല പെണ്ണിന്. 2 മാസം കൂടെ കടന്ന് തൊലാക്കല്ലേ. എന്തിനങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഈ തൊലാക്കല്ല വേണ്ടിയിട്ടോ? ആദ്യം തന്നെ ഒന്നുകിൽ കൗൺസിൽ ചെയ്തവരുടെ മനസ്സ് മാറ്റിയെടുക്കണം. അല്ലാതെ വാശി പിടിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ നിങ്ങളും വാശി പിടിച്ച് കല്യാണം കഴിച്ചാൽ കണ്ട ഏതെങ്കിലും ചെറുക്കന്മാരെ കൂടെ പെണ്ണ് ഓടിപ്പോകും. അത് മതം നോക്കൂല, ജാതി നോക്കൂല. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തുടക്കം മുതലെടുക്കാൻ വരെ ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിച്ചിരുന്നു. പക്ഷെ ഏതോ ഒരാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അയാൾ ഏതെങ്കിലും പെണ്ണിൻ്റെ ഉപ്പാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് വേറെ ആൾ മെസ്സേജ് ആ വീഡിയോ അയച്ചു തന്നിട്ട് എനിക്കൊരു ലവ് ഉണ്ട് ഉസ്താദ്, നിങ്ങൾ ശരിയാക്കി തരുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഉപ്പാനം കൂട്ടി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേദ പറയാൻ പേടിയാണ് ആളുകൾക്ക്. ഒക്കെ കട്ട് ചെയ്തിട്ട് അവസരത്തിന് ഓരോ ആളുകൾ കട്ട് ചെയ്യും. ഇത് കേൾക്കുന്ന ആളുകൾ മുമ്പും കേൾക്കൂല, ശേഷം കേൾക്കൂല, ചെറിയ 2 ഭാഗമേ കേൾക്കുള്ളൂ. അപ്പം അത്തരം ഫിത്തനകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. പെൺകുട്ടികളോട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ പറയാം, ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് അള്ളാഹു പഠിപ്പിച്ചെന്നൊരു ഔറത്തുണ്ട്, ഒരു മര്യാദയുണ്ട്. ആ മര്യാദയോടുകൂടി ജീവിക്കാം. ഇങ്ങനെ ക്യാരി വരരുത്. പാശ്ചാത്യൻ്റെ സംസ്കാരമാവാം, നമ്മളത് കടമെടുക്കരുത്. നമ്മൾക്കൊരു അന്തസ്സും ഒരു മര്യാദയുണ്ട്, ആ മര്യാദയിൽ തന്നെ ജീവിക്കണം.
മുട്ടിലേക്കൊന്നും പാൻസ് ഇട്ട് നടക്കരുത്, കണങ്കാലിലേക്കൊന്നും. നിര്യാണിക്കും ഇതൊന്നും പാൻസ് പെണ്ണ് ധരിക്കേണ്ട, ആണുങ്ങൾ ധരിച്ചോട്ടെ. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. പാലിക്കുന്നവർ പാലിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കുക. അത്ര ഇതിലൊക്കെ പറയാനുള്ളൂ. ഉപ്പമാരായ രക്ഷിതാക്കളെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ സൂറത്തിലെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, 3 കച്ചവടം പറഞ്ഞില്ലേ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് എന്താ ലാഭം? എന്താ ലാഭം? ഞാൻ നിർത്താൻ. എന്താ ലാഭം? ഖുർആൻ ഓതുന്ന ആളുകൾക്ക് എന്താ ലാഭം? 1, ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഖുർആൻ മുഴുവനും മരുന്നാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, ഖുർആൻ മുഴുവനും മരുന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ഓരോ ഹർഫും മരുന്നാണ്. നല്ല മനോഹരമായി ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ടോതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. സ്വന്തം ശരീരത്തെ കേൾപ്പിച്ച് മനോഹരമായിട്ട് എന്നും ഖുർആൻ ഓതാ. അത് നിങ്ങളുടെ ശാരീരികമായ അസുഖങ്ങളെ തടയും, നിങ്ങളുടെ മാനസികമായ അസ്വസ്ഥതകളെ തടയും. ഖുർആൻ മാനസികമായ ശാരീരികമായ അസുഖങ്ങളെ തടയും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കച്ചവടങ്ങളിലും ബറക്കത്ത് നൽകും. ഖുർആൻ ഓതുന്ന ആളുകൾ രാവിലെ സൂറത്തു യാസീൻ ദിവസവും ഓതുന്നുണ്ട്. സൂറത്തുൽ വാഖിയ ദൈനംദിനം ഖുർആൻ, സൂറത്തുൽ വാഖിയ വളരെ മനോഹരമായി ഓതുവീൻ. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലം തുസിബുഹു ഫാഖ, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്താ പോരെ? എന്താ ഇതിനേക്കാളും ലാഭം എന്താ നിങ്ങൾക്ക് വേണ്ടത്? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യ്, ദുനിയാവ് രക്ഷപ്പെടും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യ്, ഖബറിടം രക്ഷപ്പെടും. ഖുർആൻ മുഴുവനും ശരീരത്തെ കേൾപ്പിച്ചോതുവീൻ. മാറാ രോഗങ്ങളിൽ നിന്ന്, അതേപോലെ മാനസികമായ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1. 2 വഅഖാമുസ്സലാത്ത്, നിസ്കാരം നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ, അഥവാ സമയത്ത് നിസ്കരിക്കുന്നവരായാൽ, നഹ്നു നർസുഖുക്, നിങ്ങൾക്ക് വേണ്ട റിസ്ഖ് ഞാൻ തരാമെന്ന് അല്ലാഹു ഏറ്റെടുത്തതാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? റിസ്ഖാണോ? ഞാൻ തരാം. നഹ്നു നർസുഖുക്, നിങ്ങൾക്ക് വേണ്ടുന്ന റിസ്ഖ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ മക്കൾ പെട്ടു, റിസ്ഖ് എന്ന് പറഞ്ഞാൽ വീട് പെട്ടു, റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം എല്ലാം പെട്ടു. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരായാൽ നിങ്ങൾക്കുള്ള റിസ്ഖ് ഞാൻ തരാം. ലാഭല്ലേ? ലാഭല്ലേ? 3-മത്തേത് രഹസ്യമായും പരസ്യമായും സ്വതക്ക ചെയ്താൽ, സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകുമെന്നാണ്, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. അതിനേക്കാളെല്ലാം വലുത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മാ തസദ്ദഖ റജുലുൻ മിൻ മാലിഹി ഇല്ലാ സാദഹുല്ലാഹ്. ഒരാൾ സ്വതക്ക ചെയ്താൽ അല്ലാഹു തആല എത്രയാണോ സ്വതക്ക ചെയ്തത് അതിനേക്കാളും കൂടുതൽ പകരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 10,000 കൊടുത്താൽ ലക്ഷക്കണക്കിന് അല്ലാഹു ദുനിയാവിൽ തന്നെ തരും. മൻദല്ലദീ യുഖ്രിളുല്ലാഹ് ഖർളൻ ഹസന, ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന് കടമെന്നറിയുമോ? ഈ മഹത്തായ മദ്രസ ഇവിടെയുണ്ട്. 15 ലക്ഷത്തോളം ആവശ്യമാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനാണത്. അവിടെ പഠിക്കുന്നത് ഫാത്തിഹയാണ്, അവിടെ പഠിക്കുന്നത് ഖുർആനാണ്, അവിടെ പഠിക്കുന്നത് ഹദീസുകളാണ്. അപ്പൊ അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള മഹത്തായ ഒരു സ്ഥാപനം അവിടെ വളർന്നു വരുമ്പോൾ 15 ലക്ഷം ബാധ്യതയാണെങ്കിൽ ആ ബാധ്യത അല്ലാഹുവിന്റെ കടമാണ്. അഥവാ മൻദല്ലദീ യുഖ്രിളുല്ലാഹ ഖർളൻ ഹസന, ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കുന്നത്? ഈ മദ്രസ അല്ലാഹുവിന്റെ നിർമ്മാണമാണ്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനുള്ളതായതുകൊണ്ട് അല്ലാഹുവിന് കടം കൊടുക്കുന്നതിന് പകരമാണത്. അവർക്ക് ഞാൻ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി പകരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പകരം ഇരട്ടി നൽകും. 1 ലക്ഷം കൊടുത്തിട്ടുണ്ടോ? 2 ലക്ഷമല്ല, 4 ലക്ഷം വരെ അല്ലാഹു പകരം തരും. 10,000 കൊടുത്തോ? 1 ലക്ഷം അല്ലാഹു പകരം തരും. ഇതൊക്കെ ഞാൻ എന്റെ വക പറയല്ല, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. മൻദല്ലദീ യുഖ്രിളുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, ഒരുപാട് ഇരട്ടികളായി ഇരട്ടികളായി അവന് കൊടുത്തതിനേക്കാളും കൂടുതൽ ഞാൻ പകരം കൊടുക്കും ദുനിയാവിലും ആഖിറത്തിലും. പിന്നെന്താ കൊടുത്താൽ? നഷ്ടാണോ? നഷ്ടാണോ? നമ്മുടെ ജ്വല്ലറിയിലിട്ടു, ജ്വല്ലറി പൂട്ടി, നഷ്ടമല്ലേ? ഇവിടെ ഇട്ടു 10,000 ഇട്ടു, അല്ലാഹു 1 ലക്ഷം തിരിച്ചു തരും, ലാഭമല്ലേ?
ആഖിറത്തിലും ഇതിന് പകരം കിട്ടൂലേ? ഈമാൻ സലാമത്തായി മരണപ്പെടാമെന്ന് പറഞ്ഞു സ്വതക കൊടുക്കുന്നവർ ഖബർ വിശാലമാകുമെന്ന് പറഞ്ഞു, ഖബറിലേക്ക് വെളിച്ചം വരുമെന്ന് പറഞ്ഞു, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, അർശിന്റെ തണൽ കിട്ടുമെന്ന് പറഞ്ഞു, രഹസ്യമായി സ്വതക ചെയ്താൽ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം സ്വതക ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന നേട്ടമാണ്. സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക ഏതാണെന്ന് ചോദിച്ചാൽ ജാരിയായ സ്വതക്കകളാണ്. ജാരിയായ സ്വതക്കകളാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയാണെങ്കിലും ആ തിന്നലോടുകൂടി അതിന്റെ പ്രതിഫലം അള്ളാഹു തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണെങ്കിൽ ആ വസ്ത്രം തുരുമ്പിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം തീർന്നുപോയി. എന്നാൽ ഒരു മദ്രസ ഒരാൾ നിർമ്മിക്കാൻ സഹായിച്ചാൽ ആ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം എത്ര മക്കളാണോ അവിടെ നിന്ന് പഠിക്കുന്നത്, അവിടെ നിന്ന് ഒരാൾ ഫാത്തിഹ പഠിച്ചാൽ പിന്നെ അയാൾ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലം മദ്രസ നിർമ്മിക്കാൻ സഹായിച്ചവർക്കുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആ മദ്രസ അവിടെ നിലനിന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങും. അവരോതുന്നത്, അവർ ചെയ്യുന്നത്, അവർ നിസ്കാരം പഠിച്ചത് അവിടെ നിന്നാണ്, അവരെ വുളൂ പഠിച്ചത് അവിടെ നിന്നാണ്. അതെല്ലാം നമ്മുടെ ഖബറിടത്തിലേക്ക് ഖിയാമത്ത് നാൾ വരെ നിരന്തരമായി കടന്നു വരുമെന്നാണ്. ഇതാണ് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ. ഇതാ ജാരിയായ സ്വതക്ക വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ഈ മഹത്തായ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ മരണപ്പെട്ടു പോയവരുണ്ടാകും, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ടാകും. ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ചെലവഴിച്ച് ത്യാഗം സഹിച്ച് ഇന്ന് നമ്മൾ ഉറങ്ങുന്നത് അവർ നൽകിയ സ്ഥലത്താണ്, ഇന്ന് നമ്മുടെ വീട് അവർ നൽകിയ സ്ഥലത്താണ്, നമ്മുടെ വളർച്ചയ്ക്ക് കാരണം അവരാണ്. ഇന്നവരാണെങ്കിൽ ഖബറിലാണ്. അവരുടെ ഖബറിടം വെളിച്ചമാകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുടുംബങ്ങളുടെയോ ഖബറിടം വെളിച്ചമാകണമെന്നുള്ള നിയ്യത്തോടുകൂടി ഈ മഹത്തായ മദ്രസയിലേക്ക് ഒരു 10,000 രൂപ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളൊന്നു കൈപൊക്കിയേ. ഉമ്മയുടെ പേരിൽ മരണപ്പെട്ട ഉമ്മ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. 10 മാസം ഗർഭം ചുമന്നവളാണ്. നമ്മൾക്ക് വേണ്ടി 2 വർഷക്കാലം ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി മുലപ്പാല് തന്നവളാണ്. ആ മാതാവ് ഇന്ന് ഖബറിലാണെങ്കിൽ അള്ളാഹുവേ, ഇന്നത്തെ ഈ രാത്രി തന്നെ എൻ്റെ മാതാവിൻ്റെ ഖബറിടം വെളിച്ചമാകണമെന്നുള്ള നീയത്തോടുകൂടി എൻ്റെ മാതാവിൻ്റെ ഖബറിടത്തിൽ വല്ല ശിക്ഷയും എൻ്റെ ഉമ്മ അനുഭവിക്കുന്നുവെങ്കിൽ സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ സ്വതക കൊണ്ടും ഉമ്മ ഉപ്പ രക്ഷപ്പെടുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രാർത്ഥന എത്തുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഹബീബാണ്. ആ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹുവേ, നീ ഇന്നത്തെ രാത്രിയോടുകൂടി സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണം. എന്നിട്ട് ആ മാതാവ് കാണണം, എന്നെ ഓർക്കണം, എന്നെ കുറിച്ച് അഭിമാനിക്കണം. ഒരു സെക്കൻഡ് പോലും എൻ്റെ ഉമ്മയും ഉപ്പയും നരകത്തിൽ കിടക്കാൻ പാടില്ല എന്ന നിയത്തോടുകൂടി ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഒരു 10,000 രൂപ ഈ മഹത്തായ മദ്രസയിലേക്ക് കൊടുക്കാൻ കഴിയുന്നവർ ഒന്ന് കൈപ്പൊക്കിയേ. അത് നിങ്ങളുടെ ഖബറിടത്തിൽ അൽഹംദുലില്ലാ ഒരാളുണ്ട്. ആരാ മരണപ്പെട്ട്? നിങ്ങളെ ചോദിച്ചാൽ ആരാ മരണപ്പെട്ട്? വേറെ ആരാ? 10,000 രൂപ അള്ളാഹുവിന്റെ ഈ ആരാണ് മരണപ്പെട്ടു? ഉമ്മ മരണപ്പെട്ടു പോയ മാതാവിന്റെ പേരിൽ മജീദ് എന്ന് പറയുന്ന സുഹൃത്ത്, അള്ളാഹുവേ ഉറക്കാമി പറയണേ. ഇതന്നെയാണ് കേട്ടോ ദുആ. ഇനി പ്രത്യേകമായിട്ടൊരു ദുആ ഇല്ല. ഉമ്മ ഇപ്പൊ 2 മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് ഈ മഹത്തായ സ്വതഖ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഓർക്കാമി പെണ്ണുങ്ങളാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റിട്ട് പോയിക്കോളി. സദസ്സിന് ദുആക്ക് ഉത്തരം കിട്ടൂല. പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോയിക്കോളി. ദുആക്ക് ഉത്തരം കിട്ടൂല, മലക്കൾ ഇറങ്ങൂല. ഒന്നുകിൽ ഞാൻ സംസാരിച്ച് ഇന്ന് തന്നെ ഇപ്പം മനസ്സിൽ തന്നെ പണക്കം മാറ്റിയാൽ മതി. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എണീറ്റിട്ട് പോവാം. നന്നാവൂല, എനിക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് ഭാഷയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും സദസ്സിൽ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എല്ലാം ശരിയാവും എന്നുള്ള തീരുമാനിക്കുക. ആത്മാർത്ഥമായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആരായാലും നല്ലൊരു സംഖ്യ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സിൽ കരുതുക. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് ഈ മഹത്തായ സ്വതഖയെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
നിന്റെ ഹബീബാണ് പറഞ്ഞത്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹ്, മരിച്ചു കിടക്കുന്ന മാതാവിന്റെ പിതാവിന്റെ ഖബറിടത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ദുആ ചെയ്യുന്ന മക്കളാണ് എന്ന് പഠിപ്പിച്ചത് നീയാണ്. അല്ലാഹുവേ, ഈ മഹത്തായ സദസ്സിൽ വെച്ച് നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളിവിടെ തുടങ്ങി വെച്ച ഈ മദ്രസയിലേക്ക് വേണ്ടി 10,000 രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം വെളിച്ചമാകണമെന്നുള്ള നിയ്യത്തോടുകൂടി ഒരു സഹോദരൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് റബ്ബേ. അല്ലാഹുവേ, ആ മഹത്തായ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ ഈ രാത്രി തന്നെ വല്ല ശിക്ഷയും അനുഭവിക്കുന്നവരാണെങ്കിൽ ശിക്ഷയെ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. മഹദിയായ മൂസാ നബിയുടെ ഉമ്മയുടെ കൈകളിലേക്ക് മൂസാ നബിയെ തിരിച്ചു കൊടുത്തുകൊണ്ട് നീ പറഞ്ഞ ഒരു വാക്കുണ്ട്. അഥവാ മൂസാ നബിയുടെ ഉമ്മയോട് വെള്ളത്തിലേക്ക് മകനെ വലിച്ചെറിയാൻ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നാ റാദൂഹു ഇലൈകി. മൂസാ നബിയുടെ ഉമ്മ, നിങ്ങൾ വിഷമിക്കേണ്ട, ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ആ തിരിച്ചു തരാമെന്ന് പറഞ്ഞ കുഞ്ഞിനെ വെള്ളത്തിലൂടെ കൊണ്ടുപോയി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തി നേരെ മൂസാ നബിയുടെ ഉമ്മയുടെ അടുക്കളയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്. എന്തിനാണ് ഞാൻ മൂസാ നബിയെ ഉമ്മയിലേക്ക് തിരിച്ചു നൽകിയത്? വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാക്കാണ് എന്നവൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും അതറിയുന്നില്ല. അല്ലാഹുവേ, നിന്റെ വാക്കാണ്, നിന്റെ ഹബീബിന്റെ വാക്ക്. നിന്റെ ഹബീബാണ് പറഞ്ഞത്, മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. നിന്റെ വാക്ക് നീ പൂർത്തീകരിക്കേണ്ട സമയമാണ് റബ്ബേ ഇത്. നിന്റെ വാക്ക് പൂർത്തിയാകുമെന്ന് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് ഇന്നത്തെ ഈ രാത്രി തന്നെ സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നീ സൗകര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഖബർ നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നിന്റെ വാക്കാണല്ലോ, നിന്റെ ഹബീബിന്റെ വാക്കാണ് റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ശിക്ഷിക്കല്ല റബ്ബേ. എന്നിട്ട് അവര് ചോദിക്കണം നിന്നോട്, അല്ലാഹുവേ, എങ്ങനെയാണ് ഇന്നത്തെ രാത്രി എന്റെ ഖബറിടം മാറിയത് എന്ന്. അപ്പൊ നീ പറയണം, ഇന്ന മകൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ് എന്ന്. അപ്പോൾ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ആ മക്കൾ ഓർത്ത് എത്ര അഭിമാനമുണ്ടാകും, എത്ര സന്തോഷിക്കും. അല്ലാഹുവേ, അവരുടെ പൊരുത്തത്തോടുകൂടി അദ്ദേഹത്തിന് നാളെ കുടുംബസമേതം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ വാക്ക് മറ്റൊരു വാക്കാണ്, കൊടുത്തതിനേക്കാളും കൂടുതൽ പകരം നൽകുമെന്ന്. അല്ലാഹുവേ, അദ്ദേഹത്തിന് 10,000 ലക്ഷങ്ങളായി ദുനിയാവിൽ കൊടുക്കണേ റബ്ബേ. നിന്റെ മറ്റൊരു വാക്കാണ്, രോഗങ്ങൾക്ക് ശിഫ നൽകുമെന്ന്. അല്ലാഹുവേ, കുടുംബത്തിലോ മറ്റോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫ നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഒരു വാക്കാണ്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലെത്താമെന്ന് പറഞ്ഞത് ഒരു കാരക്കയുടെ കഷ്ണം സ്വതക്ക കൊടുക്കാനാണ്. അല്ലാഹുവേ, 10,000 കൊണ്ട് ഒരു കാരക്കയല്ല, കാരക്കയുടെ തോട്ടം വാങ്ങാം. ഈ മഹത്തായ സ്വതക്ക കൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകണേ റബ്ബേ. മജീദ് എന്ന് പറയുന്ന, കൊടപ്പനി എന്ന് പറയുന്ന ഒരു സഹോദരൻ 10,000 രൂപ, കുഞ്ഞബ്ദുള്ള മണക്കര എന്ന് പറയുന്നവർ 10,000 രൂപ, വടേക്കര അലി എന്ന് പറയുന്നവർ 10,000 രൂപ. അല്ലാഹുവേ, ഈ ഉദ്ദേശിച്ച ആളുകൾ 4 ആളുകളാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്.